ഗാസയിലെ മരണങ്ങളിൽ ആശങ്കയുണ്ടെന്നും സമാധാന കരാർ ഉണ്ടാക്കണമെന്നും US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് കമല ഹാരിസ് വെടിനിർത്തൽ കരാർ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഗാസ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ US ഇസ്രയേൽ ബന്ധം ചർച്ച ചെയ്യാൻ ബെഞ്ചമിൻ നെതന്യാഹു വ്യാഴാഴ്ച പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് നിലവിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയായ കമല ഹാരിസുമായും ചർച്ച നടത്തി. ഈ ദുരിതങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കാനാവില്ല, നിശബ്ദരായിരിക്കാനാകില്ലെന്നും കമല ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. നിരപരാധികളായ മനുഷ്യരുടെ ദുരിതങ്ങളും മരണത്തിന്റെ വ്യാപ്തിയും സംബന്ധിച്ചുള്ള ആശങ്ക ഇസ്രയേൽ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും ചർച്ചയ്ക്ക് ശേഷം കമല ഹാരിസ് പറഞ്ഞു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് US മുന്നോട്ട് വെച്ചത്. അതേസമയം വെടിനിർത്തലിനുള്ള ആവശ്യത്തെ നെതന്യാഹു എതിർത്തതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.